ഇന്ന് നമ്മൾ മോസ്റ്റ് റിപ്പീറ്റഡായി ചോദിക്കുന്ന ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട പഠനശാഖ ഏത്? ഫ്രിനോളജി. മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന അസ്ഥി നിർമ്മിതമായ കവചം ഏത്? കപാലം അല്ലെങ്കിൽ ക്രേനിയം. മസ്തിഷ്കത്തെ ആവരണം ചെയ്തിരിക്കുന്ന 3 പാളികളുള്ള സ്ഥലം ഏതും? അത് മെനിഞ്ചസ് ആണ്. മെനിഞ്ചസിനെ ബാധിക്കുന്ന അണുബാധയാണ് മെനിഞ്ചറ്റിസ്. മസ്തിഷ്കത്തിന് ആഘാതങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ദ്രാവകമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. ഇനി നമുക്ക് മസ്തിഷ്കവും ധർമ്മങ്ങളും പഠിക്കാം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗത്തിൻ്റെ പേരാണ് സെറിബ്രം. ഏകദേശം തലച്ചോറിൻ്റെ 80% ഭാഗവും ഇതാണ്. ബുദ്ധി, ഓർമ്മ, ചിന്ത, വിവേചനം എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. ശരീരത്തിൻ്റെ തുലനാവസ്ഥ പരിപാലിക്കാൻ മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഇതിനെ ലിറ്റിൽ ബ്രെയിൻ എന്നും വിളിക്കുന്നു. ജലത്തിൽ ലയിക്കുന്ന വിറ്റമിനുകളാണ് വിറ്റാമിൻ ബി കോംപ്ലക്സ്, വിറ്റാമിൻ സി എന്നിവ. കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ എ, ഡി, ഇ, കെ. റെറ്റിനോൾ എന്ന രാസനാമത്തെ അറിയപ്പെടുന്നതാണ് വിറ്റാമിൻ എ. ഇതിൻ്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് നൈറ്റ് ബ്ലൈൻഡ്നസ്, സിറോഫ്താൽമിയ. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ മനുഷ്യരിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ഇതിൻ്റെ രാസനാമമാണ് കാൽസിഫെറോൾ. ഇതിൻ്റെ അപര്യാപ്തത കൊണ്ട് കുട്ടികളിൽ റിങ്കറ്റ്സ് എന്ന രോഗമുണ്ടാകുന്നു. ബ്യൂട്ടി വിറ്റമിൻ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ വന്ധ്യത വിരുദ്ധ വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ്. ഇതിൻ്റെ രാസനാമമാണ് ടോക്കോഫെറോൾ. ചൂടാകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. നെല്ലിക്കയിൽ ഇത് ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗീകരണത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. മുറിവുണങ്ങാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ സി ആണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. പെല്ലഗ്ര എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്നതാണ്? വിറ്റാമിൻ B3. അതിൻ്റെ മറ്റൊരു പേരാണ് നിയാസിൻ. ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പ്രധാന വിറ്റാമിനാണ് വിറ്റാമിൻ സി. ക്യാരറ്റിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. പ്രകൃതിദത്തമായി മനുഷ്യൻ്റെ കുടലിൽ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. റൈബോഫ്ലേവിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B2. മനുഷ്യ ശരീരത്തിലെ ആകെ രക്തത്തിൻ്റെ അളവ് എത്രയാണ്? ഏകദേശം 5 മുതൽ 6 ലിറ്റർ വരെ വരും. ശരീരത്തിൻ്റെ pH മൂല്യം 7.4 ആണ്. രക്തം ഏകദേശം ഒരു ആൽക്കൈൻ സ്വഭാവമുള്ളതാണ്. ശരീരത്തിൻ്റെ പടയാളികൾ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കളാണ്, WBC. ഇവ രോഗപ്രതിരോധശേഷി നൽകുന്നത് ഇവയാണ്. രക്തകോശങ്ങളുടെ ആയുസ് ചുവന്ന രക്താണുക്കൾ അതായത് RBC ആണെങ്കിൽ 120 ദിവസമാണ്. ശ്വേതരക്താണുക്കൾ അതായത് WBC ആണെങ്കിൽ 10 മുതൽ 15 ദിവസവും പ്ലേറ്റ്ലേറ്റുകളാണെങ്കിൽ 7 മുതൽ 10 ദിവസം വരെയാണ്. ചുവന്ന രക്താണുക്കൾ അതായത് RBC നിർമ്മിക്കപ്പെടുന്നത് എവിടെ വെച്ചാണ്? അസ്ഥി മജ്ജയിൽ വെച്ചാണ്, അതായത് ബോൺ മാരോയിൽ വെച്ചാണ്. അത് നശിക്കപ്പെടുന്നത് പ്ലീഹയിൽ വെച്ചാണ്. അതായത് പ്ലീഹയെ RBCകളുടെ ശ്മശാനം എന്ന് വിളിക്കുന്നുണ്ട്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശങ്ങളാണ് പ്ലേറ്റ്ലേറ്റുകൾ. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് ആരാണ്? കാൾ ലാൻഡ്സ്റ്റൈൻ ആണ്. അദ്ദേഹം അതുപോലെ AB കണ്ടെത്തിയത് ഡെക്കോസ്റ്റലിൻ, സ്റ്റാർലി എന്നിവരെ ചേർന്നാണ്. തയാമിൻ എന്നറിയപ്പെടുന്നത് ഏത് വിറ്റമിനാണ്? ഇത് കുറവ് മൂലമുണ്ടാകുന്ന രോഗം വിറ്റാമിൻ B1 ആണ്. ഇതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്നത് ബെറി എന്ന രോഗമാണ്. ലോകമൂലകമായ കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ B12 ആണ്. ഇതിനെ സയനോകോബാൽമിൻ എന്നും വിളിക്കും. ഇതിൻ്റെ കുറവ് മൂലമാണ് അനീമിയ ഉണ്ടാകുന്നത്. ഗർഭസ്ഥ ശിശുവിൻ്റെ നാഡീവ്യൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഗർഭിണികൾ നിർബന്ധമായും കഴിക്കേണ്ട വിറ്റമിനാണ് ഫോളിക് ആസിഡ് അല്ലെങ്കിൽ വിറ്റാമിൻ B9. വിറ്റമിനുകളും അതിൻ്റെ രാസനാമവും വിറ്റാമിൻ എനെയാണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. വിറ്റാമിൻ B1നെ തയാമിൻ എന്നും, വിറ്റാമിൻ സിയെ അസ്കോർബിക് ആസിഡ് എന്നും, വിറ്റാമിൻ ഡിയെ കാൽസിഫെറോൾ എന്നും വിളിക്കുന്നു. വിറ്റാമിൻ ഇ ആണ് ടോക്കോഫെറോളും, വിറ്റാമിൻ കെ ആണ് ഫിലോക്ലിനോണും. ടൈഫോയിഡ് രോഗം തിരിച്ചറിയാൻ നടത്തുന്ന രക്തപരിശോധനയാണ് വൈറൽ ടെസ്റ്റ്.
സാൽമണലോ ടൈഫി എന്ന ബാക്ടീരിയയാണ് ഇതിന് കാരണം. കണ്ണിൻ്റെ മർദ്ദം കൂടുന്നത് മൂലം കാഴ്ചശക്തി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. രക്തത്തിൽ ചുവന്ന രക്താണുക്കളുടെയോ ഹീമോഗ്ലോബിൻ്റെയോ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. അയണിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഇതിന് മെയിൻ കാരണം. അടുത്തത് രോഗങ്ങളും വാക്സിനേഷനുകളുമാണ്. BCG എന്ന വാക്സിൻ എടുക്കുന്നത് ക്ഷയരോഗത്തിനാണ്. DPT, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസിനാണ്. OPV അഥവാ IPV എടുക്കുന്നത് പോളിയോയ്ക്കാണ്. MMR എടുക്കുന്നത് മീസൽസ് അല്ലെങ്കിൽ അഞ്ചാം പനിക്കും, മപ്സ് അല്ലെങ്കിൽ റൂബല്ലയ്ക്കുമാണ്. എലിപ്പനി പരത്തുന്ന ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ. രോഗബാധിതരായ മൃഗങ്ങളുടെയും പ്രത്യേകിച്ച് എലിയുടെ മൂത്രം കലർന്ന വെള്ളത്തിലൂടെയാണ് ഇത് പകരുന്നത്. അടുത്തത് മലമ്പനി ആണ്. മലമ്പനി പരത്തുന്ന കൊതുകാണ് അനാഫലസ് പെൺകൊതുക്. പ്ലാസ്മേഡിയം എന്ന പ്രോട്ടോസോവിയാണ് രോഗകാരി. എയ്ഡ്സ് രോഗം ബാധിക്കുന്ന ശരീരത്തെ ഏത് വ്യവസ്ഥയാണ്? അത് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. ക്ഷയരോഗം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? അത് ശ്വാസകോശത്തെയാണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയയാണ് രോഗകാരി. BCG ആണ് ഇതിനുള്ള വാക്സിൻ. പട്ടി കടിയേൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പേവിഷബാധയ്ക്ക് കാരണമാകുന്ന വൈറസാണ് റാബ്ഡോ വൈറസ്. ഈ രോഗത്തിൻ്റെ മറ്റൊരു പേരാണ് ഹൈഡ്രോഫോബിയ, അതായത് ജലത്തിനോടുള്ള ഭയം. ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റീസ് മെലിറ്റസ്. വിരകളുടെയും അക്രമം മൂലം ലിംഫ് വാഹികൾ തടസ്സപ്പെട്ടുണ്ടാകുന്ന രോഗമാണ് മന്തുരോഗം. ക്യൂലസ് കൊതുകുകളാണ് ഇത് പരത്തുന്നത്. കോശത്തിൻ്റെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കേന്ദ്രമാണ് ന്യൂക്ലിയസ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പാൻക്രിയാസ് ആണ്. രക്തത്തിന് ചുവന്ന നിറം നൽകുന്നത് ഹീമോഗ്ലോബിനാണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡും പുറത്തുവിടുന്നത് ഓക്സിജനുമാണ്. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ്. അതുപോലെ ഈ അടുത്ത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചെറിയ ഈച്ച, അതിൻ്റെ ശാസ്ത്രീയ നാമം. അതിൻ്റെ മറ്റൊരു പേരാണ് പഴയ ഈച്ച അല്ലെങ്കിൽ ഫ്രൂട്ട് ഫ്ലൈ. അതിൻ്റെ പേര് ഡ്രോസോഫില മെലനോഗാസ്റ്റർ എന്നായിരുന്നു. ഇനി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16-നാണ്. പ്രശസ്തമായ സൈലന്റ് വാലി പ്രക്ഷോഭം നടന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? അത് പാലക്കാടാണ്. കുന്തിപ്പുഴയ്ക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിക്കുന്നതിനെതിരെയായിരുന്നു ഈ സമരം. ഇന്ത്യയുടെ ഫോറസ്റ്റ് മാൻ എന്നറിയപ്പെടുന്നത് ജാദവ് പായേങ് ആണ്. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവ് സുന്ദർലാൽ ബഹുഗുണയാണ്. ഉത്തരാഖണ്ഡിൽ മരങ്ങൾ മുറിക്കുന്നതിന് എതിരെ കെട്ടിപ്പിടിച്ചു നിന്നുള്ള ഒരു സമരമായിരുന്നു ഇത്. അതുപോലെ ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകങ്ങൾ ഏതെല്ലാമാണ്? സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡുമാണ്. പ്രധാന പരിസ്ഥിതി ദിനങ്ങൾ: മാർച്ച് 21-നാണ് ലോക വനദിനം. മാർച്ച് 22-ന് ലോക ജലദിനം. ഏപ്രിൽ 22-നാണ് ലോക ഭൗമദിനം. മെയ് 22-ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ്. അടുത്ത കുറച്ച് പ്രസ്ഥാനങ്ങളാണ്. ആദ്യത്തേത് ബിഷ്ണോയ് പ്രസ്ഥാനമാണ്. 18-ാം നൂറ്റാണ്ടിൽ രാജസ്ഥാനിലാണ് ഈ പ്രസ്ഥാനം രൂപപ്പെട്ടത്. ഇതിന് നേതൃത്വം നൽകിയത് അമൃത ദേവി ബിഷ്ണോയ് ആണ്. ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ മാതാവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ജംഗിൾ ബച്ചാവോ ആന്തോളൻ 1980-കളുടെ തുടക്കത്തിൽ ബീഹാറിലാണ് ഇത് ആരംഭിച്ചത്. സിംഭു ജില്ലയിലെ സ്വാഭാവിക സാൽ വനങ്ങൾ വെട്ടിമാറ്റി പകരം വാണിജ്യ പ്രാധാന്യമുള്ള തേക്ക് മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ ആദിവാസികൾ നടത്തിയൊരു സമരമാണ്. ഇതിനെ അനീതിക്കെതിരെയുള്ള ആദിവാസികളുടെ സമരമെന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. അടുത്തത് സൈലന്റ് വാലി പ്രസ്ഥാനമാണ്. 1970-കൾ കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് ഇത് നടന്നത്. കുന്തിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ജലവൈദ്യുതി പദ്ധതിയിൽ നിന്ന് സൈലന്റ് വാലി നിത്യഹരിത വനങ്ങളെ സംരക്ഷിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിന് നേതൃത്വം നൽകിയത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ സമരത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. പ്രൊഫസർ MK പ്രസാദ്, സുഗതകുമാരി എന്നിവരാണ് നേതൃത്വം നൽകിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത ആചാര്യ ജഗദീഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രതിപാദ വിഷയം DDT ആണ്.
ഈ അടുത്ത എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. റേച്ചൽ കാർസൺ 1962 എഴുതിയ ഒരു പുസ്തകമാണ് കീടനാശിനികൾ, പ്രത്യേകിച്ച് പരിസ്ഥിതിയിലും ജീവജാലങ്ങളിലും ഉണ്ടാക്കുന്ന ദോഷങ്ങളെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അടുത്തത് ഇൻസിറ്റു കൺസർവേഷനാണ്. ഒരു ജീവിയെ അതിൻ്റെ സ്വാഭാവികമായ ചുറ്റുപാടിലോ ആവാസ വ്യവസ്ഥയിലോ നിലനിർത്തിക്കൊണ്ട് സംരക്ഷിക്കുന്ന രീതിയെയാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു പേരാണ് ഓൺസൈറ്റ് കൺസർവേഷൻ എന്നത്. ഇതിന് ഉദാഹരണങ്ങളാണ് ദേശീയ ഉദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, ബയോസ്ഫിയറുകൾ, കാവുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ എന്നതൊക്കെ. എക്സിറ്റു കൺസർവേഷൻ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്ത് മനുഷ്യൻ നിർമ്മിച്ച കൃത്രിമമായ സാഹചര്യങ്ങളിൽ എത്തിച്ച് പ്രത്യേക ശ്രദ്ധയോടെ സംരക്ഷിക്കുന്ന രീതിയാണ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഓഫ് സൈറ്റ് കൺസർവേഷൻ എന്ന്. ഇതിന് എക്സാമ്പിളാണ് മൃഗശാലകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ജീൻ ബാഗുകൾ, സീഡ് ബാങ്കുകൾ, അക്വേറിയങ്ങൾ, ക്രിയോ പ്രിസർവേഷൻ എന്നിവയൊക്കെ. മറ്റൊരു ക്വസ്റ്റ്യനാണ്, തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സവിശേഷമായ ആവാസ വ്യവസ്ഥയാണ് കണ്ടൽ വനങ്ങൾ. ഭൗമസൂചിക പദവി ലഭിച്ച കാർഷിക ഉൽപ്പന്ന ആദ്യം നെല്ലിനങ്ങളാണ് പോക്കാളി അരി, വയനാട് ജീരകശാല, ഗന്ധകശാല അരി, നവര അരി, കൈപ്പാടരി, പാലക്കാടൻ മട്ട അരി. പാലക്കാടൻ മട്ട അരിയെപ്പറ്റി ഈ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അടുത്തത് പഴങ്ങളും പച്ചക്കറികളുമാണ്. വാഴക്കുളം കൈതച്ചക്ക, ചെങ്ങോലിക്കാടൻ നേന്ത്രപ്പഴം, കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, കുറ്റ്യാട്ടൂർ മാങ്ങ, തിരൂർ വെറ്റില, മറയൂർ ശർക്കര, വയനാട് റോബസ്റ്റ കോഫി, അട്ടപ്പാടി ആട്ടുകൊമ്പ് അമര, അട്ടപ്പാടി തൂവര, ഓണാട്ടുകര എള്ള്. ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ജൂൺ 5-നാണ്. എക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹെക്കലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഇത് ഉത്തരാഖണ്ഡാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പഴയ പേരാണ് ഹെയ്ലി നാഷണൽ പാർക്ക്. ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇത് ആഗോളതാപനത്തിന് കാരണമാകുന്നു. ഓസോൺ പാളിക്ക് നാശമുണ്ടാക്കുന്ന പ്രധാന വാതകമാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ. മെയിനായിട്ട് റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷനുകളിൽ നിന്നാണ് ഇത് വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക്. ഇത് ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വരയാടുകളുടെ സംരക്ഷണത്തിനാണ് ഇത് പ്രശസ്തം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര സംഘടനയായ IUCN പുറത്തുവിടുന്ന പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക്. ഇനി കുറച്ച് സർക്കാരിൻ്റെ പദ്ധതികൾ നോക്കാം. ആദ്യം ഹർഷം, കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള വയോജന പരിപാലന പദ്ധതിയാണിത്. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന പ്രായമാർക്കും വീടുകളിൽ പരിചരണം നൽകാൻ പരിശീലനം സിദ്ധിച്ച കെയർ ഗീവർമാരെയാണ് ഈ പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നത്. അടുത്തത് സ്വാതന്ത്ര്യമാണ്. പരിശീലനം ലഭിച്ച കുടുംബശ്രീ വോളണ്ടിയർമാർ വീടുകൾ സന്ദർശിച്ച് പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ പരിശോധിക്കുന്ന പദ്ധതിയാണ്. അടുത്തത് പ്രത്യാശയാണ്. സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണിത്. അടുത്തത് ആർദ്രമാണ്. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളായി ഉയർത്തുവാനും ലക്ഷ്യമിട്ടിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ആർദ്രം. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കുന്നതാണ് സ്നേഹപൂർവ്വം പദ്ധതി. ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് മാതാവ്, പിതാവ് അല്ലെങ്കിൽ 2 പേര് നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകാനാണ്. സംസ്ഥാനത്ത് അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിലെ രോഗികൾക്ക് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി 4. ജന്മനായുള്ള ഹൃദയവൈകല്യങ്ങൾ, ജനിതക രോഗങ്ങൾ എന്നിവയിൽ കഷ്ടപ്പെടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയാണ് താലോലം. അശ്വമേധം പദ്ധതി എന്നത് കുഷ്ഠരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം തുടങ്ങിയ വൈകല്യമുള്ള കുട്ടികളുടെ അമ്മമാർക്ക് ഉപജീവന മാർഗം ഉറപ്പാക്കാനായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് സ്നേഹയാനം. മാതൃജ്യോതി
ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കാനായി കുഞ്ഞിന് 2 വയസ്സ് തികയുന്നവരെ പ്രതിമാസം 2000 രൂപ ധനസഹായം നൽകുന്ന കേരള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണിത്. കനൽ സ്ത്രീധന പീഡനങ്ങൾക്കെതിരെ, ലിംഗവിവേചനത്തിനെതിരെയും വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷ അവബോധ ക്യാമ്പയിൻ പദ്ധതിയാണ്. നിഴൽ രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച സുരക്ഷാ പദ്ധതിയാണ് നിഴൽ. ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനായിരുന്നു ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി. ഇതിൻ്റെ ഉത്തരം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. റൈനോ വൈറസ് പകരുത്തുന്ന രോഗം മനുഷ്യരിൽ ജലദോഷത്തിന് കാരണമാകുന്നു. അതായത് കോമൺ കോൾഡ് പ്രധാനമായി ഉണ്ടാക്കുന്നത് റൈനോ വൈറസുകളാണ്. അടുത്തത് അഡിനോ വൈറസ്. ഇത് സാധാരണയായി ശ്വാസകോശ രോഗങ്ങൾ, തൊണ്ടവേദന, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, കണ്ണു രോഗമൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അടുത്തത് പ്ലാസ്മോഡിയം. ഇത് മലമ്പനിക്ക് പ്രധാന കാരണമായിട്ടുള്ള ഒരു ഏകകോശ ജീവിയാണ് പ്ലാസ്മോഡിയം. ഒരു നാഡീകോശത്തിലൂടെ ആവേഗങ്ങൾ കടന്നുപോകാൻ സഹായിക്കുന്ന പ്രധാന മൂലകങ്ങൾ സോഡിയവും പൊട്ടാസ്യവുമാണ്. സോഡിയം നാഡീ ആവാഹങ്ങളെ രൂപപ്പെടുമ്പോൾ സോഡിയം അയോണുകൾ കോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. പൊട്ടാസ്യം ആവേഗങ്ങൾ കടന്നുപോയ ശേഷം കോശത്തിന് അകത്തെ അവസ്ഥ പുനഃസ്ഥാപിക്കാൻ പൊട്ടാസ്യം അയോണുകൾ പുറത്തേക്ക് സഞ്ചരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനായിരുന്നു ശരിയായ വാരികൾ ഏതൊക്കെയാണ്? 1 മുതൽ 7 വരെയുള്ള ജോഡി വാരിയലുകളാണ് ശരിയായ വാരിയലുകൾ എന്നറിയപ്പെടുന്നത്. വ്യാജ വാരിയലുകൾ അല്ലെങ്കിൽ ഫാൾസ് റിപ്സ് എന്ന് പറയുന്നത് 8, 9, 10 ജോഡി വാരിയലുകളാണ് അങ്ങനെ അറിയപ്പെടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നേത്രത്തിലെ പീതബിന്ദുവിനെ സംബന്ധിച്ച പ്രസ്താവന ഏതൊക്കെയാണ്? അതായത് ഇതിൻ്റെ സ്ഥാനം റെറ്റിനയുടെ മധ്യഭാഗത്താണ്. ഇവിടെ പ്രകാശഗ്രാഹി കോശങ്ങളായ കോൺ കോശങ്ങൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. റോഡ് കോശങ്ങൾ ഇവിടെ തീരെ ഇല്ലെന്ന് തന്നെ പറയാം. കാഴ്ചശക്തി കണ്ണിൻ്റെ കാഴ്ചശക്തിയും വ്യക്തതയും ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ് ഈ പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട്. ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോണിയൻ മഴക്കാടുകളാണ്. കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ വേരറക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ജൂൺ 1 മുതൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. ഇതിൻ്റെ ഫുൾ നെയിം ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട്. അടുത്തത് സിറസ് മെംബ്രെയിൻ എന്നത് ഹൃദയം, ശ്വാസകോശം, ഉദരാശ അവയവങ്ങൾ തുടങ്ങിയ ശരീരത്തിനുള്ളിലെ അടഞ്ഞ അറകളെയും അവയവങ്ങളെയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന പാളിയാണ് സിറസ് മെംബ്രെയിനുകൾ. ഇത് അവയവങ്ങൾക്കിടയിലെ ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്ന സിറസ് ദ്രാവകം ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തത് സൈനോവിയൻ മെംബ്രെയിൻ. ചലനശേഷിയുള്ള സന്ധികളുടെ ഉൾഭാഗം പൊതിഞ്ഞിരിക്കുന്ന പാളിയാണ് സൈനോവിയൻ മെംബ്രെയിനുകൾ. സന്ധികളുടെ സുഗമമായ ചലനത്തിനാവശ്യമായ സൈനോവിയൻ ദ്രാവകം ഉൽപ്പാദിപ്പിക്കുന്നത് സൈനോവിയൻ മെംബ്രെയിനുകളാണ്. അടുത്തത് ക്യൂട്ടേനിയസ് മെംബ്രെയിനുകൾ. ഇത് ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ചർമ്മമാണ്. ശരീരത്തിൽ ഏറ്റവും പുറമെയുള്ള സംരക്ഷണ പാളിയാണ് ക്യൂട്ടേനിയസ് മെംബ്രെയിനുകൾ. ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ഘടകങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരുകളാണ് കാർസിനോജനുകൾ. ആൻറ്റിബോഡികൾ എന്ന ശരീരത്തിലേക്ക് കടക്കുന്ന രോഗാണുക്കളെ ചെറുക്കാൻ പ്രതിരോധ വ്യവസ്ഥ നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ്. ആൻറ്റിഓക്സിഡൻറ്റുകൾ ശരീരകോശങ്ങൾ കേടുപാടുകൾ വരുത്തുന്ന ഫ്രീ റാഡിക്കലുകളെ തടയുന്ന നല്ല ഘടകങ്ങളാണ്. പത്തനോജനുകൾ എന്നത് ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ രോഗങ്ങളുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളാണ്. മദ്യം കഴിക്കുമ്പോൾ അഫക്റ്റ് ചെയ്യുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബെല്ലം. ഹൃദയമിടിപ്പ്, ശ്വസനം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. മസ്തിഷ്കത്തിൻ്റെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. ശരീര താപനില, വിശപ്പ്, ദാഹം എന്നിവ നിയന്ത്രിക്കുന്നത് ഹൈപ്പോ തലാമസുമാണ്. മസ്തിഷ്കത്തെയും സുഷുമ്നാഡിയെയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന പാളിയാണ് മെനിഞ്ചിനസ്. മെനിഞ്ചിനസിന് 3 പാളികളാണുള്ളത്. ഒന്നാമത് ഡ്യൂറം മാറ്റർ, ഏറ്റവും പുറത്തുള്ള പാളിയാണ്.
അടുത്തത് അറാക്നോയിഡ് മാറ്റർ, നടുവിലെ പാളിയാണ്. അടുത്തത് പയാ മാറ്റർ, ഇത് ഏറ്റവും അകത്തുള്ള പാളിയാണ്. അടുത്തത് രക്തപര്യന വ്യവസ്ഥയെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് O നെഗറ്റീവാണ്. യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ് എന്നറിയപ്പെടുന്നത് AB പോസിറ്റീവുമാണ്. ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. മനുഷ്യഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? 4 അറകളാണ്. 2 അട്രിയവും 2 വെട്രിക്കിളും. ശുദ്ധരക്തം വഹിക്കുന്ന ഒരേയൊരു ധമനിയാണ് മഹാധമനി. ശുദ്ധരക്തം വഹിക്കുന്ന ഒരേയൊരു സിരയാണ് പൾമണറി സിര. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്നോമാനോമീറ്റർ. സാധാരണ രക്തസമ്മർദ്ദം എന്നത് 120/80 mmHg ആണ്. ഇനി ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം ഷിക് ടെസ്റ്റ് എന്തിനു ഉപയോഗിക്കുന്നു? ഡിഫ്തീരിയ രോഗനിർണയത്തിനാണ്. ആനക്കൊമ്പൻ എന്നത് വെണ്ടയുടെ ഒരു ഇനമാണ്. ലിംഫ് വ്യവസ്ഥയെക്കുറിച്ചാണ് അടുത്തത്. സ്പിൻ, തൈമസ് ഗ്രന്ഥി ഇവ ലിംഫസ്റ്റിക് അവയവങ്ങളാണ്. ലിംഫിൽ ചുവന്ന രക്താണുക്കളില്ല. ലിംഫിൽ വലിയ പ്രോട്ടീൻ തന്മാത്രകളും കാണാറില്ല. ഇവ രോഗപ്രതിരോധത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്നു. ലിംഫോസൈറ്റുകൾ വഴി ശരീരത്തെ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് DNA പറ്റിയൊക്കെയാണ്. DNA നൈട്രജൻ ബേസാണ് തൈമിൻ. RNAയിൽ തൈമിന് പകരമാണ് യുറാസിൻ. അതുപോലെ അഡ്രിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിവ DNAയിലും RNAയിലും ഒരുപോലെ കാണപ്പെടുന്നതാണ്. കടൽ തീരങ്ങളിലും ഉപ്പുരസമുള്ള ജലാശയങ്ങൾക്കും സമീപം വളരുന്ന വനങ്ങളാണ് കണ്ടൽ വനങ്ങൾ. ഒരു പ്രദേശത്തെ പ്രാഥമിക ഉൽപ്പാദകരായി ഇവരെ കാണുന്നത് ഹരിതസസ്യങ്ങളാണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമായത് ക്ലോറോഫ്ലൂറോ കാർബൺ ആണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏലക്കയാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകുമാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. വിറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ രോഗം. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസാണ് H5N1.